Hi guys, welcome to Wings Academy's online classes. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ജോഗ്രഫിക്കൽ പരമായിട്ടുള്ള ഒരുപാട് ടേംസ് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇൻ സെർച്ച് ഓഫ് ദി എർത്ത് സീക്രട്ട് എന്നാണ് അല്ലെ. നമ്മുടെ ഭൂമിയുടെ രഹസ്യങ്ങൾ തേടാൻ പോവാണ്. അതായത് ഭൂമിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ മണ്ണ് ഉണ്ടാവണ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ വന്നിട്ട് നോക്കി എങ്ങനെയാണെന്ന്. റൈറ്റ് ദി പെക്യുലാരിറ്റീസ് ഓഫ് എർത്ത് മാൻഡിൽ. എർത്ത് മാൻഡിലിന്റെ സവിശേഷത എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് മുന്നേ പറയാം, നമ്മുടെ എർത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഇതാണ് ക്രസ്റ്റ് ആണ്, രണ്ടാമത്തെ ഇതാണ് മാൻഡിലാണ്, മൂന്നാമത്തെ ഇതാണ് കോറാണ്. അപ്പൊ 3 ഭാഗങ്ങൾ നമ്മുടെ എർത്തിനുണ്ട്. ഒന്നാമത്തെ ഇതാണ് ക്രസ്റ്റ് ആണ്, രണ്ടാമത്തെ ഇതാണ് മാൻഡിലാണ്, മൂന്നാമത്തെ ഭാഗമായിട്ട് പറയുന്നത് കോറാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എർത്ത് മാൻഡിൽ, നമ്മുടെ ഭൂമിയുടെ മാൻഡിൽ എന്ന് പറയുന്ന ഭാഗത്തിന്റെ എന്താണ് പെക്യുലാരിറ്റി, സവിശേഷത എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് പകരം ചിലപ്പോൾ ആരൊക്കെ ചോദിക്കാം എക്സാമിന്, വേണമെങ്കിൽ ആര് ചോദിക്കാം, ക്രസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, കോറ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു വട്ടം ചോദിച്ചേക്കുന്നത് എർത്ത് മാൻഡിലാണ്. അത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് 3 പാർട്ടിന്റെയും പെക്യുലാരിറ്റി എന്താണെന്ന് നോക്കാം. ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന്റെ തിന്നായിട്ടുള്ള ഔട്ടർ ഷെല്ലാണ്. വളരെ കട്ടി കുറഞ്ഞ പുറം പാളിയെ, എർത്തിന്റെ പുറം പാളിയെ വിളിക്കുന്ന പേരാണ് ഇത് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം ഇത് തിക്ക് വരുന്നുണ്ടെന്നാണ്. എത്രത്തോളം തിക്ക് വരുന്നുണ്ട്? 40 കിലോമീറ്ററോളമാണ് ഇതിന് തിക്ക് വരുന്നത്. ഇതിന് 2 പാർട്സ് ഉണ്ട്. ഈ ഒരു ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. ഇത്രയുള്ള അതിന്റെ പെക്യുലാരിറ്റി. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞ മെയിൻ പോയിന്റ്, എർത്തിന്റെ തിന്നായിട്ടുള്ള ഔട്ടർ ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. എർത്തിന്റെ ഔട്ടർ ഷെല്ല് ഏതാണ് ഔട്ടർ ഷെൽ എന്ന് പറയുന്നത്? ക്രസ്റ്റ് ആണ്. ഇതിന്റെ തിക്നെസ് വന്നിട്ട് എത്രയാണ് ചോദിക്കും. തിക്നെസ് വന്നിട്ട് എത്ര കിലോമീറ്റർ ആണ്? 40 കിലോമീറ്ററോളം തിക്നെസ് വരുന്നുണ്ട്, ഏകദേശ കണക്ക്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് 2 ഭാഗങ്ങള്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ടെന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. ഈ ക്രസ്റ്റിന്റെ തൊട്ട് അടിയിൽ വരുന്ന ഭാഗമാണ് മാൻഡിൽ. ബിനീത്ത് ദ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് അടിയിൽ വരുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത്. ഇത് എത്രയാണ്? 2900 കിലോമീറ്ററോളം എന്ത് വരുന്നുണ്ട്? എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. 2 പാർട്സ് ഉണ്ട്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ നമുക്ക് ക്രസ്റ്റിൽ എന്ത് പറഞ്ഞു? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ. മാൻഡിലിനാണെങ്കിൽ അപ്പർ മാൻഡിൽ മുകളിലും പറയുന്നുണ്ട്, അതുപോലെ എവിടെയും പറയുന്നുണ്ട്, ലോവർ മാൻഡിലും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കോറാണ്. എർത്തിന്റെ സെൻട്രൽ പാർട്ട്, അതായത് നമ്മുടെ എർത്തിന്റെ നടുഭാഗം അല്ലെങ്കിൽ സെൻട്രൽ ഭാഗമാണ് എന്ന് പറയുന്നത് കോർ എന്ന് പറയുന്നത്. ഈ കോറിനും 2 ഭാഗങ്ങൾ വരുന്നുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. ഓക്കെ, ഇത് മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ് ആയിട്ട് ഈ ഭാഗങ്ങൾ നോക്കാം. അത് കൂടാണ്ട് നമ്മളിവിടെ 2 പാർട്സുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പഠിച്ചില്ലേ. നമ്മുടെ ക്രസ്റ്റിനാണെങ്കിൽ 2 ഭാഗമുണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. മാൻഡിലിനാണെങ്കിലും 2 ഭാഗമുണ്ട്, അപ്പർ മാൻഡിലും ഉണ്ട്, ലോവർ മാൻഡിലും ഉണ്ട്. കോറിനാണെങ്കിലും 2 ഭാഗമുണ്ട്, ഔട്ടർ കോറുണ്ട്, ഇന്നർ കോറുണ്ട്. ഇതിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ള ഭാഗമാണ് നെക്സ്റ്റ് ബോക്സിൽ കൊടുത്തേക്കുന്നത്. അതെന്താണെന്ന് നോക്കിയേ. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും ആണ് അല്ലെ. അതില് കോണ്ടിനെന്റൽ ക്രസ്റ്റില് വരുന്ന ചീഫ് കണ്ടന്റ്, ഏറ്റവും കൂടുതൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? സിലിക്കയും അലുമിനിയം ആണ്. അതുകൊണ്ട് ഈ ഭാഗത്തെ സിയാൽ എന്ന് വിളിക്കും. ആലോചിച്ച് നോക്കിയേ, സിൽക്ക SI, അതേപോലെ അലുമിനിയത്തിന്റെ ഏൽ എടുത്തിട്ട് സിയാൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? സിയാൽ എന്ന് വിളിക്കും. ഏത് ക്രസ്റ്റിനെ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ അവരുടെ ചീഫ് കണ്ടന്റ് എന്ന് പറയുന്നത് സിൽക്കയും അലുമിനിയവുമാണ്. അപ്പൊ അതിന് 2നെയും കൂടി ചേർത്തിട്ട് സിയാൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇതിന്റെ ചീഫ് കണ്ടന്റ് എന്ന് പറയുന്നത് സിൽക്കയും മഗ്നീഷ്യവും ആണ്. ഏതൊക്കെയാണ് ചീഫ് കണ്ടന്റ് പറയുന്നത്? സിൽക്കയും മഗ്നീഷ്യവും ആണ്. അപ്പൊ SI എടുത്ത് MA എടുത്തു, അപ്പൊ എന്തായിരിക്കും? സിമ എന്ന് വിളിക്കും.
ഓക്കെ, അത് ഏത് ക്രസ്റ്റ് ആണ്? ഓഷ്യാനിക് ക്രസ്റ്റ് ആണെങ്കിൽ സിമയും കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ സിയാലുമാണ്. അതും നോക്കി വെച്ചോണം, കാരണം അതും എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഓക്കെ, മാൻഡിലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. ഇതിൽ അപ്പർ മാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സിൽക്കൺ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് മാൻഡിലിന്റെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് സിൽക്കൺ കോമ്പൗണ്ട് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് ഇത് കാണപ്പെടുന്നത്. ഏത് സ്റ്റേറ്റിലാണ് ഇത് കാണപ്പെടുന്നത്? ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് ഇത് കാണപ്പെടുന്നത്. ലോവർ മാൻഡിൽ എന്ന് പറയുമ്പോൾ അപ്പർ മാൻഡിലെ താഴെ ആയിട്ടാണ് ഇത് വരുന്നത്, ലോവർ മാൻഡിൽ വരുന്നത് അല്ലേ. അപ്പൊ അത് ലിക്വിഡ് സ്റ്റേറ്റിലല്ല, കംപ്ലീറ്റ് വെള്ളം പോലത്തെ രീതിയിലല്ല കാണുന്നത്. എങ്ങനെയാണ്? സെമി ലിക്വിഡ് സ്റ്റേറ്റിൽ കുറച്ച് എന്താ പറയാ വെള്ളം പോലെ ഇരിക്കും, എന്നാൽ ഭയങ്കര വെള്ളമല്ല. അപ്പൊ സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഏത് ഭാഗം കാണപ്പെടുന്നത്? മാൻഡിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് കോറിന്റെ രണ്ട് ഭാഗമാണ്. അതില് മെറ്റീരിയൽ ഔട്ടർ കോർ ആർ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. അപ്പൊ ഔട്ടർ കോറിലെ മെറ്റീരിയൽസ് എന്ത് സ്റ്റേറ്റിലാണ് കാണുന്നതെന്ന് പറയുന്നത്? ഒരു മോൾട്ടൺ സ്റ്റേറ്റിലാണ് കാണുന്നത്. ഹൈ പ്രഷർ, അത് സെന്ററിൽ എന്ത് പ്രഷറാണ്? നല്ല ഹൈ പ്രഷർ ആണ്. അതുകൊണ്ട് ഇന്നർ കോർ ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് നോക്കാം കേട്ടോ. ആസിഡ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ദി എന്താണ്? മിനറൽസ് നിക്കൽ ആൻഡ് അയേൺ. ഇത് കൂടുതലായി ഉണ്ടാക്കിയേക്കുന്നത് നിക്കലും അയേൺ വെച്ച മിനറൽസ് ആണ്. അതുകൊണ്ട് ഈ ഒരു പാർട്സ് നിഫെ എന്ന് വിളിക്കും. സിമ ഒരു പുതിയ ടേമാണ്, സിയാൽ ഒരു പുതിയ ടേമാണ്, നിഫെ ഒരു പുതിയ ടേമാണ് അല്ലെ. ഈ മൂന്ന് ടേമും കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് നോക്കണം. മൂന്ന് പാർട്സിൽ ഏതെങ്കിലും ഒരു പാർട്സ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു രീതിയിലും ക്വസ്റ്റ്യൻ വരും. ഏത് രീതിയാണെന്ന് നോക്കിയേ. ലിസ്റ്റ് ഔട്ട് ദി ലെയേഴ്സ് ഓഫ് ദി ഇന്റീരിയർ ഓഫ് ദി എർത്ത്, എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദം. അതായത് നമ്മുടെ എർത്തിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ള ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന്റെ ആ പേരുകൾ എഴുതി കഴിഞ്ഞിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ഫോർമേഷന്റെ ബേസിൽ, രൂപീകരണത്തിന്റെ ബേസിൽ റോക്കുകളെ കല്ലുകളെ മൂന്നെണ്ണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റോക്കാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയും. ഒന്നാമത്തെ റോക്ക് ഏതാണ്? ഇഗ്നിയസ് റോക്ക്. രണ്ടാമത്തെ റോക്കാണ് ഏതെന്ന് പറയുന്നത്? സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ റോക്കാണ് മെറ്റമോർഫിക് റോക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഫോർമേഷന്റെ ബേസിൽ റോക്കുകളെ മൂന്ന് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ, അല്ലെങ്കിൽ ഒരു റോക്കാണ് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്ക്. രണ്ടാമത്തെ റോക്കാണ് ഇത് സെഡിമെന്ററി റോക്ക്. മൂന്നാമത്തെ റോക്കാണ് ഇത് മെറ്റമോർഫിക് റോക്ക്. ഈ റോക്കുകളെല്ലാം പല പല പ്രോസസ്സിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് പറയാൻ പോണത്. ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ അത് ഫോം ചെയ്തേക്കുന്നത് എന്താണ്? റോക്കുകളുടെ ഇടയിലൂടെ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ്, ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ കല്ലുകൾക്ക് വിള്ളൽ ഉണ്ടായിരിക്കും അല്ലെ. ആ കല്ലുകളുടെ വിള്ളലിലൂടെ കുറച്ച് ദ്രവങ്ങൾ അല്ലെങ്കിൽ മോൾട്ടൺ ആയിട്ടുള്ള ഒരു ഉരുകിയ അവസ്ഥയുടെ വസ്തു വരും. ആ വരുന്ന വസ്തു എന്താണ്? ഒന്നില്ലെങ്കിൽ റോക്കിന്റെ പുറത്തെത്തുമ്പോൾ അതെന്താണ്? സോൾഡിഫൈ ചെയ്യും, കട്ട പിടിക്കും. അല്ലെങ്കിൽ ആ വിള്ളലിന്റെ ഉള്ളിൽ വെച്ച് തന്നെ കട്ട പിടിക്കും. ആ റോക്കുകളെ വിളിക്കുന്ന പേരാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. എന്താണ്? റോക്കിന്റെ വിള്ളലിൽ നിന്ന് ഒരു മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് വരും. ആ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ഒന്നില്ലെങ്കിൽ റോക്കിന്റെ പുറത്ത് വെച്ച് സോൾഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ എർത്തിന്റെ ഉള്ളിൽ വെച്ച് സോൾഡിഫൈ ചെയ്യും. ആ റോക്കിനെ വിളിക്കുന്ന പേരാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കണം. എക്സാമ്പിൾ മാത്രമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ് എക്സാമ്പിള്? ഗ്രാനൈറ്റും ബസാൾട്ടും ആണ് എന്ത് പറയുന്നത്? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കണം. അപ്പൊ ഇനി എന്തായിരിക്കും സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്? റോക്ക് അണ്ടർഗോ വെതറിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം. ദ ഡെബ്രിസ് ഓഫ് ഫോംഡ് വിൽ ബി ഡിപ്പോസിറ്റ് ഇൻ ലോ ലൈയിങ് റീജിയൻ ആസ് ലെയേഴ്സ്. Materials gradually get lithified and transformed into sedimentary rock. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോക്കുകളെല്ലാം കുറെ നാൾ കഴിയുമ്പോൾ അതിന് വെതറിങ് സംഭവിക്കും. അതായത് റോക്കുകളെല്ലാം പൊടിയാൻ തുടങ്ങും. പൊടിയുമ്പോൾ അതിന് കുറെ അവസാദങ്ങളെയാണ് ഡെബ്രിസ് എന്ന് പറയുന്ന അവശിഷ്ടങ്ങൾ കേട്ടോ. ആ ഡെബ്രിസ് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ലോ ലൈയിങ് റീജിയൻ ഉണ്ടായിരിക്കും, താഴ്ന്ന പ്രദേശം.
ആ താഴ്ന്ന പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഈ വസ്തുക്കൾ എന്ത് ചെയ്യുന്ന പറയണത് ഡിപ്പോസിറ്റ് ചെയ്യും, നിക്ഷേപിക്കും. ഓക്കെ, ആ നിക്ഷേപിച്ചിട്ട് എന്തായിട്ട് എങ്ങനെയാ നിക്ഷേപിക്കണത്? ലെയേഴ്സ് ആയിട്ട്, അതായത് പാളികൾ പോലെ ആയിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യും. കുന്നുകൂട്ടിയിലിടുന്നത് ലെയേഴ്സ് ആയി ഡിപ്പോസിറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്ത് റോക്കായിട്ട് മാറും? പിന്നെ സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറും. ഓക്കെ, സെഡിമെന്ററി റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് നാൾ കഴിയുമ്പോൾ റോക്കുകൾക്ക് എന്ത് സംഭവിക്കും? വെതറിങ് സംഭവിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഡെബ്രിസ് ലോ ലയിങ് റീജിയനിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെയേഴ്സ് ആയി ഡിപ്പോസിറ്റ് ചെയ്യും. അത് പിന്നീട് ലിതിഫൈ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറുന്നുണ്ട്? സെഡിമെന്ററി റോക്ക് ആയിട്ട് മാറുന്നു. എക്സാമ്പിൾ വന്നിട്ട് ഏതാ കൊടുത്തേക്കുന്നത്? സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും എക്സാമ്പിൾസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം. അത് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ റോക്കാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അതായത് വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. റോക്സിന് എന്ത് സംഭവിക്കുകയാണ്? ഫിസിക്കൽ പരമായിട്ടും കെമിക്കൽ പരമായിട്ടും ഒരുപാട് ചേഞ്ചസ്, വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. ആര് കാരണം? ഹൈ ടെമ്പറേച്ചറും പ്രഷറും കാരണം. നല്ല ചൂടും പ്രഷർ എന്ന് പറഞ്ഞാൽ മർദ്ദം, നല്ല ചൂടും മർദ്ദവും അല്ലെങ്കിൽ പ്രഷറും കാരണം നമ്മുടെ റോക്കുകൾക്ക് ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ അത് കാരണം ഉണ്ടാകുന്ന റോക്സുകളെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. മെറ്റമോർഫിക് എന്ന റോക്ക് എന്ന് പറയുന്നത് ആലോചിക്കുക, എന്ത് ചേഞ്ചസ്? ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ്. ആര് കാരണം? നല്ല ടെമ്പറേച്ചറും പ്രഷറും കാരണം എന്ത് സംഭവിക്കുന്നു? റോക്കുകൾക്ക് കെമിക്കലി ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാകുന്നു. അത് കാരണം ഉണ്ടാകുന്ന റോക്സ് ആണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വന്നിട്ട് ഏതാ കൊടുത്തേക്കുന്നത്? മാർബിളും സ്ലേറ്റും ആണ് കേട്ടോ. മാർബിളും സ്ലേറ്റും. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, എന്താണ്? ഫോർമേഷന്റെ ബേസിൽ റോക്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആദ്യത്തെ റോക്ക് ഇഗ്നിയസ് റോക്ക് ആണ്. രണ്ടാമത്തെ റോക്ക് വന്നിട്ട് ഏത് റോക്കാ? സെഡിമെന്ററി റോക്ക് ആണ്. മൂന്നാമത്തെ റോക്ക് വന്നിട്ട് ഏതാണ്? മെറ്റമോർഫിക് റോക്ക് ആണ്. ഓക്കെ, അപ്പോ ഇവിടുന്ന് എക്സാമിന് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ കുറച്ച് മുന്നേ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, അതിന്റെ ബേസിൽ നിങ്ങളുടെ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, നോക്കി, ഇങ്ങനെയാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ദി റോക്സ് ഗിവൺ ബിലോ. ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ഏതാണ് കൊടുത്തേക്കുന്നത്? ബസാൾട്ട് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഗ്രാനൈറ്റിലെ ബസാൾട്ട് ആണ് അവർ കൊടുത്തേക്കുന്നത്. ഇനി നമ്മളോട് ഇതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞേക്കാണ്. സെഡിമെന്ററി റോക്കിനും മെറ്റമോർഫിക് റോക്കിനും എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ആയിരിക്കും. മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ഏതാണ്? മാർബിൾ അല്ലെങ്കിൽ സ്ലേറ്റ് ആയിരിക്കും. അപ്പൊ എക്സാമ്പിൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ ഒരു എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ ദി ടൈപ്പ് ഓഫ് റോക്ക് ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഫോർമേഷൻ. റോക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാണ് പറഞ്ഞേക്കണം. റോക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ടൈപ്പ് ഓഫ് റോക്ക്, പലതരത്തിലുള്ള റോക്കുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് തരത്തിലുള്ളത്? അതായത് ഫോർമേഷന്റെ ബേസിൽ നമ്മൾ റോക്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിലുള്ള ആ റോക്കുകളെ പറ്റി, ആ ടൈപ്പുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ മൂന്നെണ്ണം നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്യണം. ചിലപ്പോൾ മൂന്നെണ്ണം ആയിരിക്കില്ല ചോദിക്കാം. ഏതൊക്കെയാണ് ഫോർമേഷന്റെ ബേസിൽ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കും. അതിലേതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ റോക്സ് പഠിച്ചോണം, മൂന്നെണ്ണം പഠിച്ചോണം കേട്ടോ. ഇനി നമ്മൾ പറയുകയാണ്, നമ്മുടെ ഇഗ്നിയസ് റോക്കിനെ പ്രൈമറി റോക്ക് എന്ന് പറയും. ആദ്യം പറഞ്ഞ റോക്കായ ഇഗ്നിയസ് റോക്കിനെ എന്ത് റോക്ക് എന്ന് പറയും? പ്രൈമറി റോക്ക് എന്ന് പറയും. വൈ? എന്തുകൊണ്ട് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാ റോക്കുകളും ഉണ്ടാകുന്നത്, ബാക്കി എല്ലാ തരത്തിലുള്ള റോക്കുകളും ഉണ്ടാകുന്നത് ഈ ഒരു ഇഗ്നിയസ് റോക്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു റോക്കിൽ നമ്മൾ എന്ത് പറയാൻ കാരണം? പ്രൈമറി, വലിയൊരു സംഭവം അല്ലെ, പ്രൈമറി റോക്ക് എന്ന് പറയാൻ കാരണം. ഓക്കെ, ബാക്കി എല്ലാ റോക്കുകളും ഉണ്ടാവുന്നത് ഇതിൽ നിന്നാണ്, ഈ ഒരു റോക്കിൽ നിന്നായതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് പറയണത്? പ്രൈമറി റോക്ക് എന്ന് പറയുന്നത്. ഇനി ഈ സെഡിമെന്റ്സ് നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് രണ്ടാമത്തെ റോക്ക് ഏതായിരുന്നു? സെഡിമെന്ററി റോക്ക് ആണ് അല്ലേ. ആ സെഡിമെന്ററി റോക്കിനെ സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയും. കാരണം നമ്മൾ പറഞ്ഞു കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. കെമിക്കൽ ഫിസിക്കൽ ചേഞ്ച് അല്ല, സോറി, എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ റോക്കുകൾ നമ്മുടെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു? ലെയേഴ്സ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ആ ലെയേഴ്സ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു റോക്കിനെ എന്ത് റോക്ക് എന്ന് വിളിക്കും? സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് വിളിക്കും. സെഡിമെന്ററി റോക്കിനെ എന്ത് വിളിക്കുന്നുണ്ട്? സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തില് കൂടുതലായിട്ട് കാണുന്ന റോക്ക് ഏതാണ്? ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാല് ഏത് റോക്കാണ്? മെറ്റമോർഫിക് റോക്കാണ്. ഏത് റോക്കാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്നത്? മെറ്റമോർഫിക് റോക്കാണ്.
അപ്പൊ ഓരോന്നിന്റെ പേര് പഠിക്കണം. ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ പ്രൈമറി റോക്ക് എന്ന് വിളിക്കാറുണ്ട്. സെഡിമെന്ററി റോക്ക് ആണെങ്കിൽ എന്ത് വിളിക്കാറുണ്ട്? സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് വിളിക്കാറുണ്ട്. കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്ന റോക്ക് എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്ക് ആണ്. കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്ന റോക്ക് ഇതാണ്, മെറ്റമോർഫിക് റോക്സ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഡിസെന്റിഗ്രേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്കിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. എന്താണ് വെതറിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്ലുകൾ പൊടിയുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? വെതറിംഗ്. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ വെതറിംഗ് ആൻഡ് കെമിക്കൽ വെതറിംഗ്. അതായത് ഫിസിക്കൽ വെതറിംഗും കെമിക്കൽ വെതറിംഗിനെ പറ്റി എഴുതാൻ ചോദിക്കും. ചിലപ്പോൾ അതന്നെ ചോദിക്കണമെന്നില്ല, ബയോളജിക്കൽ വെതറിംഗ് എന്താണെന്ന് അല്ലെങ്കിൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ബയോളജിക്കലും കെമിക്കൽ വെതറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചേക്കാം. എന്ത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വെതറിംഗ് എന്ന് പറഞ്ഞ പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് 3 വെതറിംഗും എന്താണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഒന്നാമത്തെ വെതറിംഗ് എന്താ പറഞ്ഞേക്കണത്? ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗ് അതിനെ വിളിക്കും. കാരണം എന്താണത്? ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രഡിക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ റിസൾട്ട് ഇൻ വെതറിംഗ്. അതായത് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം എന്ത് സംഭവിക്കും? ഓക്കെ, മിനറൽസിന് ഒന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞേക്കണത്? എക്സ്പാൻഷൻ, മിനറൽസ് വികസിക്കും, അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യും, കൂടിച്ചേരും. ഇതെന്തിന് കാരണമാകും എന്ന് പറയുന്നത്? റോക്ക് പൊടിയാൻ കാരണമാണ്. അതെങ്ങനെയാണ് റോക്ക് പൊടിയാൻ കാരണമാണത്? ഡിസെന്റിഗ്രേഷൻ ഓൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്ക്. അതായത് നമ്മുടെ റോക്സ് എന്ത് കാരണവും പൊടിയെന്ന് പറയുന്നത്? റോക്കിന്റെ ഉള്ളിൽ വെള്ളം കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്യും, അതായത് കട്ടി പിടിക്കും. കണ്ട പിക്ചറിൽ കൊടുത്തതാണ് കട്ടി പിടിച്ചേക്കണത്. അത് കാരണവും റോക്ക് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. ആ വെതറിംഗ് ആണ് ഏതിൽ വരുന്നത്? ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗിൽ വരുന്നത്. കെമിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാല് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എല്ലാം എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് റോക്കിൽ ഉണ്ടാവുന്ന അപക്ഷയം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ആണ് എന്തിന് കാരണമാകുന്നത്? കെമിക്കൽ വെതറിംഗിന് കാരണമാകും. ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് കാരണം ഉണ്ടാവുന്ന ഡീകമ്പോസിഷൻ, അത് കാരണം എന്തിനു റോക്കിന് ഡീകമ്പോസിഷൻ ഉണ്ടാവുന്നു. ആ വെതറിംഗിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാല് ഈ പ്ലാന്റിലൂടെ നമ്മൾ കോമൺലി കണ്ടിട്ടുണ്ടായിരിക്കും, ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കുറെ കല്ലുകളുടെ ഇടയിൽ കൂടെ എന്താണ്, കല്ലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ മരം വളർന്നു വന്നേക്കണ കാണും അല്ലെ. അതായത് ഈ പ്ലാന്റിന്റെ റൂട്ടുകള് റോക്കിന്റെ ഫിഷേഴ്സ് ഉണ്ടായിരിക്കും, വിള്ളലുകൾ, ഇതിന്റെ ഉള്ളിലേക്ക് താഴ്ന്ന് ഇറങ്ങും, അല്ലെങ്കിൽ എന്താ പറയാ, അതിനുള്ളിൽ നിന്ന് വരണ കാണാം അല്ലെ. ഇത് എന്തിന് കാരണമാകും? അല്ലെങ്കിൽ പ്ലാന്റിന്റെ ആനിമൽസ് റിമൈൻസിന്റെ ഒക്കെ ഡീകമ്പോസിഷൻ, ഇതൊക്കെ എന്തിന് കാരണമാകും? വെതറിങ്ങിന് കാരണമാകും. അങ്ങനത്തെ വെതറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഖനനങ്ങൾ, മൈനിങ്, കോറിങ്, ഇതൊക്കെ എന്തിന് കാരണമാണ്? വെതറിങ്ങിന് കാരണമാണ്. ഈ ടൈപ്പ് വെതറിങ്ങിനെ എല്ലാം വിളിക്കുന്നത് ബയോളജിക്കൽ വെതറിംഗ് എന്നാണ് ഒരുമിച്ച് വിളിക്കുന്നത്. പ്ലാന്റ്സും ആനിമൽസും അതുപോലെ മനുഷ്യരൊക്കെ കാരണം ഉണ്ടാവുന്ന വെതറിങ് ബയോളജിക്കൽ വെതറിംഗ് ആണ്. അപ്പൊ 3 ടൈപ്സ് ഓഫ് വെതറിംഗ് ഉണ്ട്. ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ കൊടുത്തേക്കണത് ഓരോ വെതറിംഗ് കൊടുത്തേക്കണതാണ് കേട്ടോ. ഓരോ വെതറിംഗ് കൊടുത്തേക്കണാണ്. ഫിസിക്കൽ വെതറിംഗ്, അതുപോലെ കെമിക്കൽ വെതറിംഗ് ഒക്കെ പിക്ചേഴ്സ് കൊടുത്തേക്കാണ്. ഇത് ബയോളജിക്കൽ വെതറിംഗ് ആണ്, കല്ലിന്റെ അടിയിൽ നിന്ന് വന്നേക്കണാണ് ഈ കാണിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി ഈ വെതറിംഗ് ഒക്കെ സംഭവിക്കുന്നു പറഞ്ഞല്ലേ, റോക്ക് എല്ലാം പൊടിഞ്ഞു പോകുന്നു പറഞ്ഞു. ഈ റോക്ക് പൊടിയുന്നത് കൊണ്ട് മനുഷ്യർക്ക് ഒരുപാട് കാര്യത്തിൽ ഗുണങ്ങൾ ഉണ്ടാവുന്നു. ഹ്യൂമൺ ഒരുപാട് കാര്യത്തിൽ എന്താണ് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് റോക്കിലുള്ള ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, റോക്കിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ആ മിനറൽസിനെ വേർതിരിക്കാൻ പറ്റുന്ന, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പോയിന്റ്. ഇരുവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെതറിംഗ് ഹെൽപ്പ് ഹ്യൂമൻ ഇൻ മെനി വേസ്. ഹൗ? വെതറിംഗ് മനുഷ്യർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് സഹായിക്കുന്നത്? റോക്സിലുള്ള മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ, വേർതിരിക്കാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ മൈനിങ്, എന്തിനു സഹായിക്കുന്നുണ്ട്? മൈനിങ്ങിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ മണ്ണ് ഉണ്ടാവാനായിട്ട്, സോയിൽ ഫോർമേഷനും സഹായിക്കുന്നുണ്ട്. സോയിലിന്റെ എന്താ പറയുക, സോയിൽ ഉണ്ടാവാനും സഹായിക്കുന്നത് ഏത് ആക്ടിവിറ്റിയാണ്? വെതറിംഗ് ആണ്. അപ്പൊ 3 കാര്യങ്ങൾ മനുഷ്യർക്ക് ഹെൽപ്ഫുൾ ആണ് വെതറിംഗ്. എന്തൊക്കെയാണ്? റോക്സിലുള്ള മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട്, മൈനിങ്ങിന് സഹായിക്കുന്നു, സോയിൽ ഫോർമേഷന് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ സോയിൽ ഫോർമേഷൻ സഹായിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ സോയിൽ ഫോർമേഷൻ ഒരുപാട് ഫാക്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോയിൽ ഉണ്ടാവാൻ സഹായിക്കുന്നത്? ഒന്ന് കാലാവസ്ഥയാണ്, രണ്ടാമത്തത് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഭൂപ്രകൃതിയാണ്,
അടുത്ത പാരന്റ് സോയിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ടൈം എന്താ പറയുക, സമയം പറയുന്നുണ്ട്. പ്ലാന്റ്സും ആനിമൽസും മൃഗങ്ങളും അതുപോലെ സസ്യജാലങ്ങളും എന്തിനു സഹായിക്കുന്നുണ്ട്? സോയിൽ ഫോർമേഷൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ സോയിൽ ഫോർമേഷൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പാരന്റ് സോയില്, ടൈം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ സോയിൽ നാശമാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സോയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണെന്ന് പറയുന്നത്? പെരിഷിംഗ് സോയിലാണ് അല്ലെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നമ്മുടെ സോയിലിൽ എന്തുണ്ടാക്കും? പൊല്യൂഷൻ ഉണ്ടാക്കും. അതായത് നമ്മുടെ മണ്ണിൽ ലയിച്ചു ചേരാത്ത ഒരുപാട് വസ്തുക്കളില്ലേ, പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ, അത് മണ്ണിൽ ഒരുപാട് എന്തുണ്ടാക്കുന്നുണ്ട്? മലിനീകരണം അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്താണ് ഒരുപാട് പ്രാവശ്യം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിലിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടന തന്നെ ഇല്ലാണ്ടായി പോകും. അപ്പൊ ഒരുപാട് പ്രാവശ്യം കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോയിലിന്റെ എന്ത് ഇല്ലാണ്ടായി പോകുന്നു? ഘടന ഇല്ലാണ്ടായി പോകുന്നു. ഇനി അൺസയന്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും കോറിങ്, ഒരുപാട് ഖനനം, അവിടെ എന്താ പറയാ വീടുകൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വീടുകളും ബിൽഡിങ്സുകളൊക്കെ പണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? സോയിൽ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പറയണത് അഗ്രികൾച്ചർ ലാൻഡ് വേറെ നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, കൃഷിയിടങ്ങള് കൃഷിക്ക് യൂസ് ചെയ്ത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും സോയിൽ നശിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് വേസ്റ്റ് വാട്ടർ സോയിലിലോട്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറയാ ഒഴുക്കി വിടുമ്പോൾ അതും എന്ത് നാശാവാൻ കാരണമാകുന്നു? സോയിൽ ചീത്തയാവാൻ കാരണമാകുന്നുണ്ട്. ഓവർ ഗ്രേസിങ്, ഭയങ്കരമായിട്ട് മേച്ചിൽ നടന്നിട്ടുണ്ടെങ്കിലും എന്തിനു കാരണമാകുന്നു? മണ്ണ് നശിക്കാനുള്ള കാരണം. അപ്പൊ ഏതെങ്കിലും 3 പോയിന്റ് എഴുതാനും 4 പോയിന്റ് എഴുതാനും എക്സാമിന് ചോദിക്കും. എങ്ങനെയൊക്കെയാണ് മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഈ പോയിന്റ്സ് എഴുതിയാൽ മതി. ഇനി നമുക്ക് സോയിൽ ഇപ്പൊ നമ്മൾ നശിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ നമുക്ക് സോയില് സംരക്ഷിക്കാൻ കുറച്ച് മാർഗങ്ങൾ വേണ്ടേ? സോയിൽ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്? വനനശീകരണം തടയാം, ചെക്ക് ഡിഫോറസ്റ്റേഷൻ, ക്രോപ്പ് റൊട്ടേഷൻ ആരംഭിക്കാം. പിന്നെ ടെറസ് ഫാമിംഗ് അലോങ് ദി ഹിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ഹിൽ ഏരിയയുടെ സൈഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ടെറസ് ഫാമിംഗ് നടത്താം. തട്ടുതട്ടായിട്ടുള്ള കൃഷി നമ്മൾ എന്ത് പറയണത്? ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പിന്നെ എന്താ പറയുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസുകളൊക്കെ എന്ത് ചെയ്യാന്ന് പറയുന്നത്? നിർമ്മിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ട് അല്ലെങ്കിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, എന്നിരുന്നാലും അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത് കുറച്ച് കൂടുതലാണ്. അതായത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ജോഗ്രഫിക്കൽ ടേംസുകൾ വരുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേംസ് ആയിരിക്കും. അതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. എന്നാൽ ചെറിയ ചാപ്റ്റർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത്രയും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് എർത്തിന്റെ പാർട്സുകൾ എന്തായാലും പഠിച്ചോണം. നെക്സ്റ്റ് പറയുന്നത് അതിന്റെ വെതറിങ് റോക്സുകൾ, 3 റോക്സുകൾ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ആ റോക്സിനെ പറ്റി എക്സ്പ്ലനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുക. വെതറിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. അതുപോലെ സോയില് നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണത്തിൽ 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. അതേപോലെ നമുക്ക് എങ്ങനെ ഈ സോയില് സംരക്ഷിച്ചെടുക്കാം എന്നുള്ള കാര്യം പഠിക്കുക. വെതറിങ് മനുഷ്യർക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്, അതിനുള്ള കാരണം കൂടി പഠിക്കുക. നന്നായിട്ട് ഈ ചാപ്റ്റർ നോക്കണം. ശരി, താങ്ക് യു.